ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 15. മേരി എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്. ജോസഫും മേരിയും കൂടെ 2 കഴുതപ്പുറത്ത് അതിരാവിലെ തന്നെ നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ജെറുസലേമിൽ അവരുടെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിൽ കുറച്ച് സമയം വിശ്രമിച്ച ശേഷം ജോസഫിന് വളരെ പരിചയമുള്ള വിശ്വസ്തനായ ഒരു വൃദ്ധനെ ഏൽപ്പിച്ച് മേരിയെ ഹീബ്രോണിലേക്ക് യാത്രയാക്കുന്നു. ജോസഫ് അത്യാവശ്യ ജോലികളുള്ളതിനാൽ പണിസാധനങ്ങളും വാങ്ങി തിരികെ പോകുന്നു. മേരി പറയുന്നു, ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുത്തിരുന്നു. ക്ഷീണം, തിരക്ക്, ആകുലതകൾ, ജോലി എന്നിവയൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. നേരെ മറിച്ച് അവയെല്ലാം പ്രാർത്ഥനയെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളുടെയും രാജ്ഞി പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ വിശ്രമവും പ്രകാശവും പ്രത്യാശയും പ്രാർത്ഥന തന്നെയായിരുന്നു. ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ അതൊരാശ്വാസമായിരുന്നെങ്കിൽ സന്തോഷ അവസരങ്ങളിൽ അതൊരു സംഗീതമായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ ഉത്തമ സഖിയായിരുന്നു പ്രാർത്ഥന. പ്രവാസ സ്ഥലമായ ഈ ഭൂമിയിൽ നിന്ന് അത് ഞങ്ങളെ അകറ്റി നമ്മുടെ പിതാവിൻ്റെ രാജ്യമായ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ കാലത്ത് ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആരാധിക്കുന്നതിന് എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതിയായിരുന്നു. എങ്കിലും ദേവാലയത്തോട് വേണ്ട വണക്കവും ആദരവും ഞാൻ നൽകിയിരുന്നു. ഏറ്റവും വലിയ വിശുദ്ധിയുള്ള ആൾ പോലും ദൈവസന്നിധിയിൽ താൻ വെറും ഇല്ലായ്മ മാത്രമാണ് എന്ന ബോധത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. നീ ബലഹീനയാണോ, ദരിദ്രയാണോ, കുറ്റം ചെയ്തവളാണോ? ദൈവത്തിൻ്റെ വിശുദ്ധിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിന്നെ നിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ പരിശുദ്ധനായവൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കുക. അവൻ വന്ന് നിന്നിലേക്ക് വിശുദ്ധി പകരും. ദൈവസന്നിധിയിൽ നീ വിശുദ്ധിയായി ജീവിക്കുന്നവളും ദൈവത്തിന് പ്രീതിയുള്ളവളുമാണോ? അപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധി അതിലില്ലാത്തതാണ്. അത് നിന്റെ വിശുദ്ധി വർദ്ധിപ്പിക്കും. മനുഷ്യൻ്റെ ബലഹീനതകളില്ലാത്ത ദൈവദൂതന്മാർ ഒരിക്കലും നിർത്താത്ത പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുള്ള അവരുടെ ഗീതം തുടരുന്നു. അതിനാൽ സ്വഭാവാതീതമായി അവരുടെ സൗന്ദര്യം ഓരോ സ്തുതിപ്പിനും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൂതന്മാരെ അനുകരിക്കുക. ഒരിക്കലും നിനക്ക് പ്രാർത്ഥനയുടെ സംരക്ഷണമില്ലാതെ വരരുത്. പ്രാർത്ഥന സാത്താൻ്റെ ആയുധങ്ങളുടെ മൂർച്ച കെടുത്തുന്നു. ലോകത്തിൻ്റെ ദുഷ്ടത, ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾ, മനസ്സിൻ്റെ അഹന്ത ഇവയെ നശിപ്പിക്കുന്നു. ഈ ആയുധം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇത് സ്വർഗം തുറക്കുന്നതും ധാരാളം കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതുമായ ആയുധമാണ്. പാപാധിക്യം നിമിത്തം ദൈവശിക്ഷയെ വിളിച്ചു വരുത്തുന്ന ലോകത്തിന് ധാരാളം പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറവാണ് താനും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ കുറച്ചു പേർ ധാരാളമാണ് എന്ന വിധം പ്രാർത്ഥിക്കണം. സജീവമായ പ്രാർത്ഥന അവർ വർദ്ധിപ്പിക്കണം. കൃപാവരം ലഭിക്കുന്നതിനാവശ്യമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരണം. പ്രാർത്ഥന സജീവമാകുന്നത് സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ്.